ഭൂമിയിൽ ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷം അവിടെ ഒരുപാട് ന്യൂക്ലിയർ ബോംബും ആറ്റം ബോംബും ഉപയോഗിച്ചതിനെ തുടർന്ന് ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലം ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായി മാറുകയാണ്. അതിനെ തുടർന്ന് ഭൂമിക്കടിയിൽ, അതായത് അണ്ടർഗ്രൗണ്ടായിട്ട് ഒരു വലിയ സിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. ആ നഗരം ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ അവിടെ നിന്ന് പുറത്തു പോകാനുള്ള വഴിയും അറിയൂ. അങ്ങനെ ഇരിക്കുകയാണ് ഈ സിറ്റിയിൽ നിന്ന് പുറത്തു പോവേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാക്കി അതൊരു ബോക്സിലാക്കി വെക്കുന്നു, ഒപ്പം ഒരു ഡാറ്റ കീയും. കൂടാതെ ആ ഒരു ബോക്സ് 200 വർഷത്തിന് ശേഷം ഓപ്പൺ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. നിലവിൽ ആ സിറ്റിയുടെ മേയറുടെ കയ്യിലാണ് ഈ ബോക്സ് സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുന്നു. ആ ബോക്സ് കൈമാറി മേയർ വഴി കൈമാറി വരുന്നു. ഇങ്ങനെ ഒരു ലോക്കർ ഉണ്ടെന്നും അതുപയോഗിച്ച് ഈ സിറ്റിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റുമെന്നുള്ള വസ്തുത അവിടുത്തെ മേയർക്ക് മാത്രമേ അറിയൂ. ഈ മേയർ അത് അടുത്ത് വരാൻ പോകുന്ന മേയറിനോട് ഇതുപോലെ പറയും. ഈ മേയർ വരാൻ പോകുന്ന മേയറിനോട് ഇതുപോലെ ഈ ഒരു ബോക്സ് ഉണ്ടെന്നും അത് ഉപയോഗിച്ച് നമുക്ക് പുറത്തു പോകാൻ സാധിക്കുമെന്നുള്ള വസ്തുത പറഞ്ഞിരിക്കണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് വരാൻ പോകുന്ന മേയർ വരുന്നതിന് മുമ്പ് നിലവിലുള്ള മേയർ മരിച്ചു പോകുന്നു. സോ അതേ തുടർന്ന് ഈ ചെയിൻ സ്റ്റോപ്പ് ആവുന്നു. അവിടെ തൊട്ടാണ് ഈ ബോക്സ് കാണിക്കുന്നത്. സോ ഈ ബോക്സ് ഏത് സ്ഥലത്താണ് ഇരിക്കുന്നതെന്നോ അതുമാത്രമല്ല ഇതിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന 200 വർഷം കംപ്ലീറ്റ് ആയിരിക്കുന്നു. അങ്ങനെയാണ് ഈ സിറ്റി കാണിക്കുന്നത്. ഈ സിറ്റിയുടെ പേരാണ് സിറ്റി ഓഫ് എംപയർ. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മൂവി 2008 പുറത്തിറങ്ങിയ ഒരു സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ ചിത്രമായ സിറ്റി ഓഫ് എംപയർ ആണ്. വെൽക്കം ബാക്ക് ടു മല്ലു ട്രാൻസ്ലേറ്റർ. നമ്മുടെ സിറ്റി ഓഫ് എംപയറിനുള്ളിലുള്ളവർക്ക് 200 വർഷം കഴിക്കാനുള്ള ഫുഡും അവർക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ജനറേറ്റർ ഇവിടെയുണ്ട്. 200 വർഷം നിർത്താതെ വർക്ക് ചെയ്തതിനെ തുടർന്ന് ഈ ജനറേറ്റർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കുന്നുണ്ട്. തികച്ചും സ്വാഭാവികം, 200 വർഷമൊക്കെ നിന്നതല്ലേ, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പണിമുടക്കും. അതേ തുടർന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ജനറേറ്റർ റീസ്റ്റാർട്ട് ആവാറുണ്ട്. അങ്ങനെ ഇന്നാണ് അസൈൻമെൻറ്റ് ഡേ, അതായത് ഗ്രാജുവേഷൻ ഡേ പോലെ. അതായത് ഇവിടെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്ക് നറുക്കിട്ടെടുക്കുന്ന ഒരു പ്രോഗ്രാം. ഈ സിറ്റിയുടെ റൂൾ പ്രകാരം മേയറാണ് ഈ ഡേ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ പരിപാടിയിലേക്ക് ഒരു പെൺകുട്ടി ലേറ്റായി വരുന്നു. അവളാണ് നമ്മുടെ നായിക ലീന. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ എന്താണ് ജോലി ചെയ്യേണ്ടതെന്ന് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കുന്നു. അങ്ങനെ ലീനയ്ക്ക് കിട്ടിയതോ പൈപ്പ് ലൈൻ വർക്ക്, അതായത് പ്ലംബിംഗ്. അവൾക്ക് ഈ പണി തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓരോരുത്തരായി ഈ പേപ്പർ എടുക്കുന്നുമുണ്ട്. അന്നേരം അവളുടെ ഫ്രണ്ടായ ടൂൺ എടുക്കുന്ന സമയത്ത് അവന് മെസ്സഞ്ചർ എന്നാണ് വന്നത്, അതായത് പോസ്റ്റ്മാൻ്റെ പണി. പക്ഷേ ടൂൺ ആഗ്രഹിച്ചിരുന്നത് വല്ല ഇലക്ട്രിക് പണിയോ ജനറേറ്റർ പണിയോ ആണ്. അത് ലീനയ്ക്ക് പോസിറ്റീവായി വന്നു. ട്യൂണും ലീനയും അവരുടെ പണി പരസ്പരം കൈമാറുന്നു. അങ്ങനെ ലീനയ്ക്ക് അവൾ ആഗ്രഹിച്ച പണി തന്നെ കിട്ടി. അവൾക്ക് വളരെ സന്തോഷമായി. അവൾ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ വെച്ച് അവൾ അവളുടെ മുത്തശ്ശിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. ബട്ട് മുത്തശ്ശിക്ക് ഒരുപാട് വയസ്സായതിനെ തുടർന്ന് മുത്തശ്ശിക്ക് മറവി രോഗമുണ്ട്. ഇതേ തുടർന്ന് ഒരാൾ പറയുന്നത് മുഴുവൻ ഉൾക്കൊള്ളാനോ ഈ സ്ത്രീയെ കൊണ്ട് സാധിക്കുന്നില്ല. അവരെ കൂടാതെ ലീനയ്ക്കൊരു അനിയത്തി കൂടിയുണ്ട്. അവളുടെ പേരാണ് പോപ്പി. ഗ്രാജുവേഷൻ ഡേയിൽ ട്യൂണ് പൈപ്പ് ലൈൻ വർക്ക് കിട്ടിയതിനെ തുടർന്ന് അവൻ്റെ അച്ഛന് ഒരു ഗാഡ്ജറ്റ് സമ്മാനമായി കൊടുക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലീനയുടെ അച്ഛനും ട്യൂണിൻ്റെ അച്ഛനും ചേർന്ന് ഈ സിറ്റിയിൽ നിന്ന് പുറത്തു പോകാനുള്ള റൂട്ടെല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അപകടത്തിൽപ്പെട്ട് ലീനയുടെ അച്ഛൻ മരിക്കുന്നു. അയാൾ മരിച്ചതിന് ശേഷം ഈ സിറ്റിയിൽ നിന്ന് പുറത്തു പോകാനുള്ള ശ്രമം ട്യൂണിൻ്റെ അച്ഛൻ ഉപേക്ഷിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ട്യൂണും ലീനയും അവരവരുടെ ജോലിക്ക് പോവുകയാണ്. ലീന ജോലിക്ക് കയറിയതിന് ശേഷം വിവിധ ഇനം നല്ല പച്ചക്കറികൾ കൊടുക്കുന്ന അവളുടെ അച്ഛൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്താണ് അന്നേരം അവരുടെ അടുത്ത് ഒരു അവശനായ വ്യക്തി വന്ന് പറയുന്നു, ഞാൻ ഈ സിറ്റിയിൽ നിന്ന് പുറത്തുപോയി, അവിടെ നല്ല ഇരുട്ടാണെന്ന്. പെട്ടെന്ന് അവിടെയുള്ള ഗാർഡ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. സോ ഈ സിറ്റിയിൽ നിന്ന് ആരും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. ഈ സിറ്റിയുടെ പുറത്തു പോയ ആളുടെ കയ്യിൽ നിന്നും ആ സാധനങ്ങൾ താഴെ വീണിരുന്നു. അത് ലീന എടുക്കുന്നു. അതേസമയം ടൂണാവട്ടെ പൈപ്പ് ലൈൻ വർക്കെല്ലാം ഒരു വയസ്സായ മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് നോക്കി പഠിക്കുന്നു. ആ മുത്തശ്ശൻ അറിയാതെ അയാളുടെ പോക്കറ്റിൽ നിന്ന് മാപ്പ് എടുത്ത് നോക്കുന്നുണ്ട്. അതുപയോഗിച്ച് അവിടെയെല്ലാം ചുറ്റി കാണുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് റൂം നമ്പർ 351 എന്ന റൂം തുറക്കാൻ ശ്രമിക്കുന്നു. ബട്ട് അത് ലോക്കാണ്. അതിലെ പോകുന്ന സമയത്താണ് അവിടെ ഒരു സീക്രട്ട് പാസേജ് ഉള്ളതായി അവൻ കാണുന്നു. അതിലെ പോയിട്ട് വേറെ റൂമിലെത്തുന്നു. അതവിടുത്തെ സ്റ്റോറേജിലേക്കുള്ള വഴിയാണ്. അവിടെ കയറുന്നത് സ്റ്റോർ കീപ്പർ കാണുന്നു. അവിടെ നിന്ന് അവനെ പുറത്താക്കുന്നു. അവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ജനറേറ്റർ ഓഫ് ആവുന്നു. അതിനെ തുടർന്ന് അവിടെ ഫുള്ള് ഇരുട്ടാവുന്നു. അവിടെ നിന്ന് ട്യൂണും ലീനയും വീണ്ടും കാണുന്നു. ലീന അവൾക്ക് കിട്ടിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് അവന് കൈമാറുന്നു. അവൾ വീട്ടിൽ വരുന്ന സമയത്ത് മുത്തശ്ശി സോഫയെല്ലാം കീറി എന്തോ കാണിക്കുന്നു. മുത്തശ്ശി ഒരു പെട്ടിയുടെ കാര്യം പറയുന്നുണ്ട്.
അവളുടെ അനിയത്തി ആ ബോക്സ് കയ്യിൽ പിടിച്ചു നിൽക്കുന്നു. അതിലുള്ള ഇൻസ്ട്രക്ഷൻ മാനുവൽ അവൾ കീറിയിരിക്കുന്നു. മുത്തശ്ശി പറയുന്നു, ഞാൻ ഈ ബോക്സാണ് അന്വേഷിക്കുന്നത്, ഇത് മുത്തശ്ശൻ്റെയാണ്, ഇത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയില്ല. ഡ്യൂൺ അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ജനറേറ്റർ ഓഫ് ആവുന്നു. ആ സിറ്റിയിൽ ഇരുട്ടാവുന്നു. ലീനയുടെ അടുത്ത് വന്ന് ഒരു വ്യക്തി മേയറോട് പറയണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് പറയുകയാണ്. അത് പറയാൻ ലീന ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരുപാട് പെയിൻറ്റിങ്സ് കാണുന്നു. അതിൽ ലീനയുടെ മുത്തശ്ശൻ്റെ ഫോട്ടോയും ഉണ്ട്, അതിൽ ആ ബോക്സും ഉണ്ട്. അവിടെ പോയി അയാളുടെ ചെവിയിൽ നിങ്ങളുടെ ബോട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അവർ ആ ബോക്സിനെ കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ഒന്നും തന്നെ പറയുന്നില്ല. അവിടെ നിന്ന് പോകാൻ പറയുന്നു. അവൾ വീട്ടിൽ വന്ന ശേഷം ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒട്ടിക്കാൻ ശ്രമിക്കുന്നു. എഗൈൻ ജനറേറ്റർ ഓഫായി കൊണ്ടിരിക്കുന്നു. ലീനയുടെ മുത്തശ്ശി അന്നേരം മരിക്കുന്നു. അങ്ങനെ ലീനയെ അനിയത്തി അവിടെ അടുത്തുള്ള വീട്ടിലെ സ്ത്രീയുടെ വീട്ടിലേക്ക് താമസം മാറ്റുന്നു. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഒട്ടിച്ച ശേഷം ടൂണിൻ്റെ അടുത്ത് പോയി കാണിക്കുന്നു. അതിൽ നോക്കി അവൻ എക്സിറ്റ് എന്ന വാക്ക് കണ്ടുപിടിക്കുന്നു. അത് പുറത്തു പോകാനുള്ള മാനുവലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അവൻ്റെ സംശയം 351 എന്ന റൂമാണ്. അവിടേക്ക് ലീനയെ കൊണ്ടുപോകുന്നു. അവർ ആ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ 2 ആളുകൾ വരുന്നു. അവർ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. എന്നാൽ വന്നവർ അവരെ എന്തോ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആ സമയത്താണ് അവിടെ ഒരു വലിയ ജീവിയെ കാണുന്നത്. അവിടെ നിന്ന് അവർ 2 പേരും ഓടുന്നു. അവർ ഓടുന്ന സമയത്ത് അവർ 2 വഴിയിലൂടെ ഓടുന്നു. അപ്പോൾ ഈ ജീവി അവിടുത്തെ മതിലെല്ലാം പൊട്ടിക്കുന്നു. ആ ജന്തു ലീനയെ ആക്രമിക്കുന്നു. അപ്പോൾ ട്യൂൺ ലീനയെ രക്ഷിക്കുന്നു. എങ്ങനെയൊക്കെയോ ആ ജീവിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് നെക്സ്റ്റ് ഡേ അവർ വീണ്ടും ആ റൂം ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ ഫുഡാണ്. അവർ ആ റൂമിൽ കയറുന്നു. അപ്പോൾ അവിടെ ഒരു കസേരയിൽ ആരോ ഇരുന്ന് ഉറങ്ങുന്നത് കാണുന്നു. അവിടെ ചെന്നപ്പോൾ ആ സിറ്റിയുടെ മേയറാണ്. ഫുഡൊന്നും ജനങ്ങൾക്ക് കൊടുക്കാതെ ആൾ ഒറ്റയ്ക്ക് ഇരുന്ന് മുഴുവൻ കഴിക്കുകയാണ്. അവർ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ പുറത്തു വരുന്നു. ആ മേയറുടെ ഓഫീസിൽ തന്നെ പരാതി പറയാൻ വരികയാണ് ലീന. അവിടെയുള്ള അസിസ്റ്റന്റിനോടെല്ലാം പറയുന്നു. അന്നേരം അയാൾ ലീനയെ പിടിച്ചു വലിച്ച് മേയറുടെ അടുത്ത് കൊണ്ടുപോയി. അയാൾ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആ ബോക്സിലുണ്ടായിരുന്ന ഒരു സാധനം പോലുള്ള സാധനം കൊണ്ട് മേയറുടെ വായിലുള്ള എല്ലാ പല്ലുകളും നേരാക്കുന്നു. അപ്പോൾ ലീനയുടെ കയ്യിൽ നിന്ന് ആ ബോക്സ് കാണുന്നു. അവർ അത് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നു. കറക്റ്റ് ടൈമിലാണ് ജനറേറ്റർ ഓഫായത്. ആ സമയം ലീന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം തട്ടിപ്പറിച്ച് ഓടുന്നു. നേരെ വരുന്നത് ഗ്രീൻ ഹൗസിലെ ആ സ്ത്രീയുടെ അടുത്തേക്കാണ്. അവൾ ആ സീക്രട്ട് റൂമിൽ ഒളിച്ചിരിക്കുകയാണ്. മേയർ ലീനയും ട്യൂണിനെ അന്വേഷിച്ച് നോട്ടീസ് അയക്കുന്നു. ലീനയുടെ അടുത്ത് ട്യൂണും എത്തുന്നു. അവർ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതേസമയം മേയർ നല്ലവനാണെന്ന് അറിയിക്കാൻ വേണ്ടി അവിടെയുള്ളവർക്കെല്ലാം ആഹാരം കൊടുക്കുന്നു. വരുന്ന ലീന പോപ്പി എന്ന പെൺകുട്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. ലീന 2 കീ ഒരുമിച്ച് വെച്ച് ആ സമയത്താണ് ഈ ഒരു ലോഗോ വിസിബിൾ ആവുന്നത്. അത് ജനറേറ്റർ റൂമിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. അവർ 3 അവിടെ ചെന്ന് അത് അൺലോക്ക് ചെയ്ത് അത് തുറന്നു നോക്കാൻ ശ്രമിക്കുന്നു. ബട്ട് എത്ര നോക്കിയിട്ട് തുറക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം ലീന ആ മാനുവൽ നോക്കുന്ന സമയത്ത് അതിൽ കുറേ ഡിസൈൻസും സിമ്പിൾസും കാണുന്നു. അതേ ഡിസൈൻസ് അവിടുത്തെ ഫ്ലോറിനെല്ലാം ഉണ്ട്. അതിനെ തുടർന്ന് അവിടെയുള്ള സ്ട്രൈറ്റായി തിരിഞ്ഞു നോക്കുമ്പോൾ ആ സമയത്ത് അവിടെ കുറേ ലോക്കേഴ്സായി അടുക്കി വെച്ചിരിക്കുന്നതായി അവൾ കാണുന്നു. സോ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ അവിടെ പോകുന്നു. അവിടെ പോയി ലോക്കർ മറിച്ച് താഴെ ഇടുന്നു. അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ ആ സമയത്ത് ഇതുപോലത്തെ കുറേ ലോക്കറുകൾ നിരത്തി വെച്ചിരിക്കുന്നു. സോ അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് മറിച്ചിട്ടതിൻ്റെ പിന്നിൽ ബോട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. സോ ഈ സിറ്റിയിൽ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാൻ പോകുന്ന ബോട്ടാണ് അവർ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ലിവർ ഉള്ളത് കാണുകയും അതിൽ പിടിച്ച് തിരിക്കുമ്പോൾ ആ ബോട്ട് ചെന്ന് ജനറേറ്ററുള്ള റൂമിൽ ഒഴുകുന്ന വെള്ളത്തിലോട്ട് വീഴുന്നു. അത് മൂവ് ആവുകയും അവിടെയുള്ള വീൽ സ്പിന്നിൽ ഇടിക്കുകയും അത് ഇല്ലാതാവുകയും ചെയ്യുന്നു. അവർ ഇൻസ്ട്രക്ഷൻ മാനുവൽ നോക്കുമ്പോൾ 3ാമതായി കൺട്രോൾ റൂമിൽ പോകാൻ എഴുതിയിരിക്കുന്നു. അതിനെ തുടർന്ന് അവർ കൺട്രോൾ റൂമിലേക്ക് ചെല്ലുന്നു. അവരുടെ കയ്യിലുള്ള ആ കീ യൂസ് ചെയ്ത് അത് തുറന്ന് അവിടെ ചെല്ലുമ്പോൾ വാട്ടർ വീലിനെ ഫുള്ളായി ഒരു സൈഡിലേക്ക് നിൽക്കുന്നതാണ് അവർ കാണുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന വാട്ടർ വീലിനെ ഫുൾ സ്പീഡിൽ സ്പിൻ ചെയ്താൽ മാത്രമേ അവർക്ക് വാട്ടർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഒരുപാട് വർഷം പഴക്കമുള്ളത് കൊണ്ടാവാം ഈ വീൽ ഒരു സൈഡിലേക്ക് മാത്രമേ തിരിയുന്നുള്ളൂ. അത് ഫുൾ സ്പീഡിൽ സ്പിൻ ആക്കുമ്പോൾ വാട്ടർ ഫ്ലോ ഇൻക്രീസ് ആവുകയും അത് ഇൻക്രീസ് ആയാൽ മാത്രമേ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് അവർ മനസ്സിലാക്കുന്നു. അതിൻ്റെ പ്രവർത്തനം നിന്നതിനെ തുടർന്ന് അതിലൊരു അലാറം അടിക്കുന്നു. അപ്പോൾ ഒരു വയസ്സായ വ്യക്തി വന്ന് അതിനെ ശരിയാക്കാൻ ശ്രമിക്കുന്നു. അത് മൂവ് ആവുന്ന രീതിയിൽ സെറ്റാക്കുകയും ചെയ്യുന്നു അദ്ദേഹം. ആ സമയത്ത് വെള്ളം ഇൻക്രീസ് ആവുകയും ആ സമയത്ത് അവിടെ നിന്ന് അവർ ഓടി രക്ഷപ്പെടുന്നു. പെട്ടെന്ന് വാട്ടർ ഫ്ലോ ഇൻക്രീസ് ആയതിനെ തുടർന്ന് ആ സിറ്റിയിൽ അവിടെ ഇവിടെയായി വെള്ളം കയറുന്നു. ഇത് കണ്ട മേയർ രക്ഷപ്പെടാൻ വേണ്ടി ആ ബങ്കറിൽ കയറി ഒളിക്കുന്നു. ആ മൃഗം വന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് കഴിക്കുന്നു. ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നു. അവിടെ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു റൂമിലേക്ക് എത്തുന്നു. അവർ ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ നോക്കുന്നു. അവിടുത്തെ ഒരു ഡോർ തുറന്ന് പുറത്തു വരുന്നു. അവിടെ ആവട്ടെ ഫുള്ളിരുട്ട്. ഒരുപാട് ക്ഷീണിച്ചതിനെ തുടർന്ന് അവർ അവിടെ കിടന്നുറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് പോപ്പി എണീറ്റ് നോക്കുമ്പോൾ വീട്ടിലാകെ വെളിച്ചം.
സൂര്യൻ വന്നതിനെ തുടർന്നാണ് ആ വീട്ടിൽ ഫുൾ വെളിച്ചം വന്നിരിക്കുന്നത്. അവർ അത്ഭുതത്തോടു കൂടെ നോക്കുന്നു. 200 വർഷത്തിന് ശേഷമാണ് ആ ഫാമിലി സൂര്യനെ കാണുന്നത്. അവർ ഇങ്ങനെ എവിടെ എത്തിയതെന്നുള്ളത് പേപ്പറിൽ എഴുതി കല്ലിൽ കെട്ടി സിറ്റി ഓഫ് എംബറിലേക്ക് എറിയുന്നു. അത് കിട്ടിയതാവട്ടെ തൂണിൻ്റെ അച്ഛനും. അദ്ദേഹം അത് കണ്ടതും വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ബാക്കിയുള്ളവരും സിറ്റി ഓഫ് ആംബർ വിട്ട് വെളിയിൽ വരുന്നു. അങ്ങനെ എല്ലാവരും സൂര്യനെ കാണുന്നത് കാണിച്ചാണ് ഈ സിനിമയുടെ അവസാനം.